ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള PSC ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ 10th പ്രിലിംസിന് വേണ്ടി PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ സയൻസും GK എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരമുണ്ടായ വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വർഷം? 1858 ആണ് കേട്ടോ. ഓക്കെ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. സ്വാമി വിവേകാനന്ദനാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഓക്കെ, സ്വാമി വിവേകാനന്ദനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോകുന്നത് പ്രതിപാദിച്ച സിദ്ധാന്തം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചോർത്തിക്കൊണ്ടു പോവുക പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ചോർച്ചാ സിദ്ധാന്തമാണ് കേട്ടോ. ചോർച്ചാ സിദ്ധാന്തമാണ്. ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഓക്കെ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൌവിലാണ് കേട്ടോ. ലക്നൌവിലാണ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916, വർഷം ശ്രദ്ധിക്കുക, 1916 സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൌവിൽ വെച്ചായിരുന്നു കേട്ടോ. അടുത്തത്, സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം ഏതാണ്? 1916 ആണ് കേട്ടോ. 1916. ഗാന്ധിജി കൈസർ ഹെ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഓക്കെ. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഉപേക്ഷിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? 1920 കേട്ടോ. കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. 1920 കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം. ഓക്കെ, പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? 1920 സമ്മേളനം നടന്നത്. എവിടെ വെച്ചാണ്? കൊൽക്കത്തയിൽ വെച്ചാണ് കേട്ടോ. ഓക്കെ. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയതാണ്? നിസ്സഹകരണ സമരത്തിന്റെ മുന്നോടിയായിട്ടാണ് കേട്ടോ. നിസ്സഹകരണ സമരത്തിന്റെ മുന്നോടിയായിട്ടാണ്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? കാരമുക്ക് ക്ഷേത്രമാണ് കേട്ടോ. കാരമുക്ക് ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരുവാണ് എന്താണ് ദീപ പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, ദീപ പ്രതിഷ്ഠ നടത്തിയത് ഏത് ക്ഷേത്രത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ കാരമുക്ക് ക്ഷേത്രമാണ് കേട്ടോ. കാരമുക്ക് ക്ഷേത്രമാണ്. ഓക്കെ. ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഏതായിരുന്നു? ശ്രീനാരായണ ഗുരു നടത്തിയത് ആലപ്പുഴയിലെ കളവൻകോടാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത് എവിടെയായിരുന്നു? ആലപ്പുഴയിലെ കളവൻകോടായിരുന്നു കേട്ടോ. ആലപ്പുഴയിലെ കളവൻകോടായിരുന്നു. ഓം എന്ന് എഴുതിയ കണ്ണാടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ഏത് ക്ഷേത്രത്തിലാണ്? കളവൻകോട് ക്ഷേത്രത്തിലാണ് കേട്ടോ. കളവൻകോട് ക്ഷേത്രത്തിലാണ്. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരുന്ന പാട്ടുകൾ, പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതാരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ് കേട്ടോ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്.
ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ച് ആരുടെ നേതൃത്വത്തിലാണ്? ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ സമാധാന ജാഥ നയിച്ചത് അറസ്റ്റിലായ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാരാണ്? അതും ശ്രീ കുമാര ഗുരുദേവനാണ് കേട്ടോ. ശ്രീ കുമാര ഗുരുദേവനാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? മേച്ചിൽ പുല്ല് സമരമാണ് കേട്ടോ. മേച്ചിൽ പുല്ല് സമരമാണ്. ഓക്കെ. ഒരു വ്യൂഹത്തിലെ സന്തുലന സാഹചര്യങ്ങളെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകത്തിന് മാറ്റമുണ്ടാക്കിയാൽ വ്യൂഹം ആ മാറ്റത്തിന്റെ സ്വാധീനം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നു. ഇങ്ങനെ പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ലേ ഷാറ്റ്ലിയർ തത്വമാണ് കേട്ടോ. ലേ ഷാറ്റ്ലിയർ തത്വമാണ്. പഞ്ചസാര, ഗ്ലൂക്കോസ് എന്നിവയിലെ ഘടക മൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ. പഞ്ചസാര, ഗ്ലൂക്കോസ് എന്നിവയിലെ ഘടക മൂലകങ്ങൾ ആരൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ തോംസൺ ആണ് കേട്ടോ. ജെ തോംസൺ ആണ്. ചാർജും മാസും ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ്? ഗാമ കിരണമാണ് കേട്ടോ. ഗാമ കിരണമാണ്. ചാർജും മാസും ഇല്ലാത്ത റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമ കിരണം. വിഭജിക്കാൻ കഴിയാത്ത ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. വിഭജിക്കാൻ കഴിയാത്ത ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. അറ്റോമിക നമ്പർ കുറച്ചാൽ ലഭിക്കുന്നത് എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണമാണ്. അറ്റോമിക നമ്പർ കുറച്ചാൽ ലഭിക്കുന്നത് എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണമാണ്. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സോഡിയത്തിന്റെ ഐസോട്ടോപ്പ് ഏതാണ്? സോഡിയം 24 ആണ് കേട്ടോ. സോഡിയം 24 ആണ്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകപ്പെട്ട ആദ്യത്തെ മൂലകം ഏതാണ്? സീബോർഗിയം. സീബോർഗിയമാണ്. 2016 പീരിയോഡിക് ടേബിളിൽ പുതിയതായി ചേർക്കപ്പെട്ട മൂലകങ്ങൾ ഏതെല്ലാമാണ്? നിഹോണിയം, അതുപോലെ തന്നെ മോസ്കോവിയം, ടെന്നസിൻ, അതുപോലെ തന്നെ ഓഗനസൻ. ഓക്കെ. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സംക്രമണ മൂലകങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സംക്രമണ മൂലകങ്ങളാണ്. ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് ഏതാണ്? 16ാം ഗ്രൂപ്പാണ്. ഓക്സിജൻ കുടുംബം 16ാം ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം. സ്ഥിരത കൈവരിച്ച ഇലക്ട്രോൺ ക്രമീകരണം ഉള്ളതിനാൽ സാധാരണ നിലയിൽ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്ത മൂലകങ്ങളുള്ള ഗ്രൂപ്പ് ഏതാണ്? 18ാം ഗ്രൂപ്പാണ് കേട്ടോ. 18ാം ഗ്രൂപ്പാണ്. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം ഏതാണ്? പ്ലവക്ഷ ബലമാണ് കേട്ടോ. പ്ലവക്ഷ ബലമാണ്. ഒരു കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്ന് കടലിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഏതാണ്? കപ്പൽ കൂടുതൽ ഉയരുകയാണ് കേട്ടോ അവിടെ ചെയ്യുക. കപ്പൽ കൂടുതൽ ഉയരുന്നു. ദ്രാവകങ്ങളുടെ അപേക്ഷിത സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ. ഹൈഡ്രോമീറ്റർ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ അഥവാ ജൂൾ. ഓക്കെ. ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജത്തിന്റെ അളവ് സൂചിപ്പിക്കാനുള്ള യൂണിറ്റ് ആണ് കിലോ കലോറി. 1 കിലോ കലോറി എന്നത് എത്ര ജൂളാണ്? 4200 ജൂളാണ് കേട്ടോ. ഓക്കെ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. പെട്രോൾ കാറുകളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? രാസോർജത്തെ ഗതികോർജമാക്കി മാറ്റുന്നു. ഒരു റിസർവോയറിലെ ജലത്തിലുള്ള ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ് കേട്ടോ. ഒരു റിസർവോയറിലെ ജലത്തിലുള്ള ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്.
അതുപോലെ തന്നെ വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ സൂചിപ്പിക്കുന്ന ഏകകം ഏതാണ്? കുതിരശക്തിയാണ് കേട്ടോ. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ സൂചിപ്പിക്കുന്ന ഏകകം ഏതാണ്? കുതിരശക്തി. വൈദ്യുത പ്രവാഹമുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വോൾട്ടേജ് ആണ് കേട്ടോ. വോൾട്ടേജ് ആണ്. വൈദ്യുത പ്രവാഹമുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വോൾട്ടേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ട് മീറ്റർ ആണ് കേട്ടോ. വോൾട്ട് മീറ്റർ ആണ്. ഓക്കെ. മൊബൈൽ ഫോണിന്റെയും മറ്റും പവർ ബാങ്കുകളിൽ ഏത് രീതിയിലാണ് സെല്ലുകൾ ഘടിപ്പിക്കുന്നത്? സമാന്തര രീതിയിലാണ്. മൊബൈൽ ഫോണിന്റെയും മറ്റു പവർ ബാങ്കുകളിൽ ഏത് രീതിയിലാണ് സെല്ലുകൾ ഘടിപ്പിക്കുന്നത്? സമാന്തര രീതിയിലാണ്. ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹമായി അറിയപ്പെടുന്നത് ഏതാണ്? വെള്ളിയാണ് കേട്ടോ. ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹമാണ് വെള്ളി. ഒരു ചാലകത്തിന്റെ വർണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രതിരോധവും വർദ്ധിക്കുന്നുവെന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ് കേട്ടോ. റിയോസ്റ്റാറ്റ് ആണ്. ഒരു ചാലകത്തിന്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രതിരോധവും വർദ്ധിക്കുന്നുവെന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ്. കേൾവി കുറവ് കണ്ടെത്താനായി കേൾവി പരിശോധന നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡിയോമീറ്റർ ആണ്. ഓഡിയോമീറ്റർ ആണ്. മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ അസഹ്യവും അസ്വസ്ഥതയുളവാക്കുന്നതും അനാവശ്യവുമായ ശബ്ദ സൃഷ്ടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ശബ്ദമലിനീകരണമാണ് കേട്ടോ. ശബ്ദമലിനീകരണം. ഓക്കെ. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിയിടങ്ങളിലെയാണ് ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. ഓക്കെ. മഞ്ഞ നിറം കൃഷിയിടങ്ങളിലെയാണ്. കേരള തീരത്തെ ധാതുമണൽ വേർതിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഏതാണ്? ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ആണ് കേട്ടോ. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ആണ്. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധാരണയായി കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടിലിയം കേട്ടോ. ഓക്കെ. ഗാർഹിക വൈദ്യുത സർക്യൂട്ടുമായും മറ്റും ബന്ധപ്പെട്ട ഉയർന്ന വൈദ്യുത പ്രവാഹം അളക്കാനുള്ള ഉപകരണം ഏതാണ്? ക്ലാമ്പ് അമ്മീറ്റർ ആണ് കേട്ടോ. ക്ലാമ്പ് അമ്മീറ്റർ ആണ്. വൈദ്യുത പ്രവാഹം ഉളവാക്കുന്ന കാന്തിക മണ്ഡലം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? അതും ക്ലാമ്പ് അമ്മീറ്റർ ആണ്. സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? ക്ലാമ്പ് അമ്മീറ്റർ ആണ്. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിന്റെ രണ്ട് അഗ്രഹങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇപ്രകാരം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഓം നിയമമാണ് കേട്ടോ. ഓം നിയമമാണ്. ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ടളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് മൾട്ടിമീറ്റർ ആണ്. ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ടളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മൾട്ടിമീറ്റർ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് പദ്ധതികൾ പഠിക്കാവുന്നതാണ്. ഓക്കെ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ്? സ്നേഹയാനമാണ് കേട്ടോ. സ്നേഹയാനമാണ്. എന്താണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. അടുത്തത് ലൈംഗികാതിക്രമങ്ങൾ, ആസിഡ് ആക്രമങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസനിധിയാണ് കേട്ടോ. ആശ്വാസനിധിയാണ്. ലൈംഗികാതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി എന്ന് പറയുന്നത്. ഓക്കെ. ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? മാതൃജ്യോതിയാണ് കേട്ടോ. ഭിന്നശേഷിയുള്ള അമ്മമാർക്ക്
കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? മാതൃജ്യോതിയാണ്. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ധനസഹായം പദ്ധതി ഏതാണ്? സ്വാശ്രയ പദ്ധതിയാണ് കേട്ടോ. സ്വാശ്രയ പദ്ധതിയാണ്. ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കെ തന്നെ അമ്മയായവർക്കുള്ള പ്രതിമാസ ധനസഹായം പദ്ധതി ഏതാണ്? സ്നേഹസ്പർശമാണ് കേട്ടോ. ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കെ തന്നെ അമ്മയായവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഓക്കെ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ധനസഹായ പദ്ധതി ഏതാണ്? പ്രത്യാശാ ഭവനാണ് കേട്ടോ. പ്രത്യാശാ ഭവനാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു.